ഞാൻ ലാസ്റ്റ് ഇട്ട ഈ ചുരിദാർ വീഡിയോയിൽ ഇതിന് സെയിം കളർ ദുപ്പട്ട മതിയായിരുന്നു എന്ന് 2-3 കമൻറ്റ്സ് കണ്ടിരുന്നു. അടുത്തുള്ള കടകളിലൊക്കെ നോക്കിയെങ്കിലും എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇനി ഇടുമ്പോൾ എന്തായാലും ഞാനത് ശ്രദ്ധിക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഷോർട്സിൽ തന്നെ ഞാൻ മാക്സിമം പറയാൻ നോക്കാം. ഇത് നോർമൽ ചുരിദാർ കട്ടിങ് തന്നെയാണ് ഞാൻ ചെയ്തത്. ആകെ ഷോൾഡറിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോൾഡർ ലെങ്തും വിഡ്ത്തൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ ചുരിദാറിന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ആ പീസ് ഒന്ന് വെട്ടിയെടുക്കണം. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഇത് കഴിഞ്ഞ് സെൻറ്റർ ഭാഗം ഇച്ചിരി കുഴിച്ച് വരച്ചിട്ടുള്ള ആ നെക്ക് പോർഷൻ കൂടെ ഒന്ന് വെട്ടി മാറ്റണം. ഇനി നമുക്ക് ആ നെക്കിൻ്റെ പീസ് വേണ്ട, അത് മാറ്റി കളയാം. ഷോൾഡറിൻ്റെ പീസ് രണ്ടും എടുത്തു വെക്കണം. ആ ഷോൾഡറിൻ്റെ പീസ് രണ്ടും ഒരെണ്ണം റൈറ്റിലോട്ടും ഒരെണ്ണം ലെഫ്റ്റിലോട്ടും ആക്കി നമുക്ക് വേണ്ട തുണിയിലൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു ചോക്ക് വെച്ച് ഈ രണ്ടിൻ്റെയും ചുറ്റിനും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പീസുകൾ മാറ്റി ആ മാർക്കിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെയുള്ള 2 പീസുകളാക്കി എടുക്കണം. എന്നിട്ട് വെട്ടിയെടുത്ത പീസുകളൊന്ന് ബോഡി പാർട്ടിലേക്ക് ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ആ പീസ് ബോഡി പാർട്ടിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് പിൻ ചെയ്ത് സെക്യൂർ കൂടെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നീങ്ങി പോകും തയ്ക്കാൻ നേരം. എന്നിട്ട് ആ പിൻ ചെയ്ത ഭാഗം തയ്ച്ചു കൊടുക്കണം. തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇതേപോലെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളതൊന്ന് പതിച്ചുകൂടെ അടിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. അങ്ങനെ അത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ ഫ്രണ്ട് പീസ് കാണാൻ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നമ്മൾ ലൈനിങ് വെച്ച് പിൻ ചെയ്തിട്ട് ഒന്നത് അടിച്ചു കൊടുത്ത് വെട്ടി ഒന്ന് മറിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷോൾഡർ ഈ ഒരു രീതിക്ക് തന്നെ കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് പീസും അറ്റാച്ച് ചെയ്ത് കൈയും വെച്ച് സ്ലിറ്റ് അടിച്ചാൽ ഈ ചുരിദാർ കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ ലോങ് വീഡിയോ എടുക്കാഞ്ഞുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റാഞ്ഞത്. ഞാൻ പറഞ്ഞത്രയും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.